പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NIS +2 സോഷ്യോളജിയുടെ 12ാമത്തെ ചാപ്റ്റർ മാരേജ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ MCQ ക്വസ്റ്റ്യൻസും ആൻസറും ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഇനി പുതിയ സിലബസ് അനുസരിച്ചിട്ടാണ് പഠിക്കേണ്ടത്. അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പുനഃക്രമീകരിച്ചിട്ട് നമ്മൾ ക്ലാസ് എടുത്ത് വരുന്നത്. ഓക്കെ, എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇതേപോലെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്കറിയാം മൊത്തം സിലബസിൻ്റെ 60% മാത്രം നമ്മൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലായി, ആൻസർ നമുക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം. ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരമാവധി ഇംഗ്ലീഷിൽ തന്നെ 1 വേർഡ് എഴുതാൻ നോക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ മലയാളത്തിൽ എഴുതാം. പിന്നീട് വരുന്ന 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ഒക്കെ നിങ്ങൾക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഏത് ഭാഷ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ 3ാമത്തെ വീഡിയോയുടെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെ ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ വീഡിയോയിൽ 1 മാർക്കിൻ്റെ ട്രൂ ഓർ ഫാൾസ് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ മാച്ച് ദ ഫോളോയിങ്സ് ആണ്. ഓക്കെ, കുറച്ച് മാച്ച് ദ ഫോളോയിങ്സ് തന്നിട്ടുണ്ട്, ചേരുംപടി ചേർക്കാനുള്ളതാണ്. അത് ആണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിനെ കുറച്ച് വിവാഹ രീതിയാണ്. എക്സോഗമി. എന്താണ് എക്സോഗമി എന്ന് പറയുന്നത്? എക്സോഗമി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള 4ാമത്തെയാണ്. മാരേജ് ഔട്ട്സൈഡ് വൺസ് ഓൺ സോഷ്യൽ ഗ്രൂപ്പാണ്. പുറമേ നിന്നുള്ള വിവാഹമാണ്. മാരേജ് ഔട്ട്സൈഡ് വൺസ് ഓൺ സോഷ്യൽ ഗ്രൂപ്പാണ്. അതാണ് എക്സോഗമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ എൻഡോഗമിയാണ്. എൻഡോഗമി എന്ന് പറയുന്നത് മാരേജ് ബിറ്റ്വീൻ ചിൽഡ്രൻ ഓഫ് ഐദർ 2 ബ്രദേഴ്സ് ആണ്. ചിൽഡ്രൻസ് ഓഫ് ഐദർ ഒന്നിൽ 2 ബ്രദേഴ്സ് അല്ലെങ്കിൽ 2 സിസ്റ്റർമാരെ എടുക്കുക. അവരിൽ നിന്നുള്ള കുട്ടികളെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, വിവാഹം കഴിക്കുന്നതാണ് എൻഡോഗമി എന്ന് പറയുന്നത്. പിന്നെ ലെവറേറ്റ് എന്ന് പറയുന്നത്, ലെവറേറ്റിന്റെ ഏതാ വരുന്നത്? മാരേജ് ഓഫ് വിഡോ, വിധവായിട്ടുള്ള ആളുകൾ, അതാണ് ലെവറേറ്റിൽ വരുന്നത്. മാരേജ് ഓഫ് എ വിഡോ വിത്ത് ഹെർ ഹസ്ബൻഡ് ബ്രദർ ആണ് ലെവറേറ്റിൽ വരുന്നത്. ലാസ്റ്റ് പാരലൽ കസിൻ മാരേജ് ആണ്. പാരലൽ കസിൻ മാരേജ് ആണ്. അപ്പൊ രണ്ടാമത്തെ എൻഡോഗമി, പാരലൽ കസിൻ മാരേജ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ മാരേജ് ബിറ്റ്വീൻ ദി ചിൽഡ്രൻ ഓഫ് ഐദർ 2 ബ്രദർ ഓർ സിസ്റ്റർ. ഒന്നുകൂടി പറയാം, എക്സോഗമി എന്ന് പറയുന്നത് മാരേജ് ഔട്ട്സൈഡ് ഓൺ സോഷ്യൽ ഗ്രൂപ്പ് ആണ്. എൻഡോഗമി എന്ന് പറയുന്നത് ഈ 3ാമത്തെയാണ്, മാരേജ് ബിറ്റ്വീൻ വൺസ് ഓൺ സോഷ്യൽ ഗ്രൂപ്പ് ആണ്. മൂന്നാമത്തെ ലെവറേറ്റ് എന്ന് പറഞ്ഞാൽ മാരേജ് ഓഫ് എ വിഡോ വിത്ത് ഹെർ ഹസ്ബൻഡ് ആണ്. 4ാമത് പാരലൽ കസിൻ മാരേജ് എന്ന് പറയുന്നത് മാരേജ് ബിറ്റ്വീൻ ചിൽഡ്രൻ ഓഫ് ഐദർ 2 ബ്രദർ അല്ലെങ്കിൽ 2 സിസ്റ്റർ. അതാണ് പാരലൽ കസിൻ മാരേജ്. ഇതേപോലെ വേറെ രീതിയിലുണ്ട്. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മാരേജ് രീതികൾ കൊടുക്കുന്നുണ്ട്. അർഷ എന്ന് പറയുന്നത് മാരേജ് ആഫ്റ്റർ പ്രസന്റേഷൻ ഓഫ് പെയർസ് ഓഫ് കൗസ് ആണ്. മൃഗങ്ങളുടെ ജോഡികൾ അല്ലെങ്കിൽ കാളകളുടെ ജോഡി, അതൊക്കെ വെച്ചുള്ള ഒരു വിവാഹ രീതിയാണ്. അതാണ് അർഷ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് പറയുന്നത് ഗന്ധർവ എന്ന് പറയുന്നത്. ഗന്ധർവ എന്ന് പറയുന്നത് മാരേജ് ബൈ മ്യൂച്വൽ കൺസെന്റ് ഓഫ് ബോയ് ആണ്, അല്ലേ? ആൺകുട്ടിയുടെയും പെൺകുട്ടിയും സമ്മതപ്രകാരം, പരസ്പര സമ്മതപ്രകാരം നടക്കുന്നതാണ് ഗന്ധർവ. മൂന്നാമത് ദൈവ എന്ന് പറയുന്നത്. ദൈവ എന്ന് പറഞ്ഞാൽ മാരേജ് ബ്രാഹ്മിൻ പ്രിസ്റ്റ് ആണ്. 4ാമത് പ്രജാപത എന്ന് പറയുന്നുണ്ട്. അത് പറയുന്നത് മാരേജ് ത്രൂ പ്രോപ്പർ നെഗോഷിയേഷൻ ബിറ്റ്വീൻ പാരന്റ്സ് ആണ്. ഇങ്ങനെയുള്ള വിവാഹ രീതികൾ, ഇതൊക്കെ ചിലപ്പോൾ 1 വേർഡിന് വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ എഴുതാവുന്നതാണ്. ഈ 1 വേർഡ് ആൻസർ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും മാത്രം വിവരിച്ച് എഴുതാൽ മതി. ഓക്കെ, ഇനി NISന്റെ SSLC +2 വിവിധ വിഷയങ്ങളുടെ ക്ലാസ്സുകൾക്കും അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യുക. വളരെ കുറഞ്ഞ ഫീസിൽ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ NISന്റെ SSLC +2 അതേപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷനൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് അഡ്മിഷൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.